സുഹൃത്തുക്കളെ, ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാലുകുത്തുന്നത്. അതുകൊണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇത് പറയാൻ കാരണം ഈ 2-3 ദിവസമായി കാണുമെന്ന് തോന്നുന്നു. ഞാനൊരു IMO എടുത്തായിരുന്നു. IMO എടുത്ത വഴിക്ക് അതിൽ നിന്നൊരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് സ്റ്റാറ്റസ് വന്ന് ഫേസ്ബുക്ക് സ്റ്റോറിയിൽ വീണു. അപ്പം ഞാനത് അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു, മോൾ അറിഞ്ഞിട്ടാണോ ഇതുപോലൊരു സ്റ്റാറ്റസ് വന്ന് ഫേസ്ബുക്ക് സ്റ്റോറി കിടക്കുന്നു, അത് അറിഞ്ഞിട്ട് മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്താ സ്റ്റാറ്റസ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് കയറി നോക്ക്, മോൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, പക്ഷേ അറിഞ്ഞിട്ടല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഫേസ്ബുക്ക് സ്റ്റോറി ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് എന്താ പറയുക, ഒരു ആവശ്യമില്ലാത്തൊരു, ഞാനുമായിട്ട് ഒരിക്കലും ഒരു ബന്ധമില്ലാത്തൊരു സ്റ്റാറ്റസ് കിടക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് കണ്ട ചിലരൊക്കെയും തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്നെ ഫോൺ ചെയ്യുകയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫോൺ ചെയ്യുകയും മെസ്സേജ് അയക്കുകയും പിന്നെ പല ഓഫറൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനും ആ സ്റ്റാറ്റസും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോയിട്ടില്ല, പോകുന്ന ആളുമല്ല. പിന്നെ അതുപോലെ തന്നെ ആ സ്റ്റാറ്റസിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയും എനിക്കില്ല. അതുകൊണ്ട് ആരും എന്നെ തെറ്റിദ്ധരിക്കല്ല്. അതുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അറിയാതെ തെറ്റിദ്ധരിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി അത് ആവർത്തിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളെ കുറ്റം പറയുന്നില്ല, തെറ്റിദ്ധരിച്ചുകൊണ്ട് വിളിച്ചാണെന്ന് മനസ്സിലായി. പക്ഷേ ഇനി അത് ആവർത്തിക്കല്ല്. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ കാലുകുത്തിയതുകൊണ്ട് ഇങ്ങനൊരു സംഭവമൊക്കെ വന്ന് വീഴുമെന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പം പഠിച്ച് വന്നപ്പം ഇപ്പം മനസ്സിലായി, ഓരോ ആപ്ലിക്കേഷൻ എടുത്തിടുമ്പോൾ ചിലപ്പോൾ അറിയാതെ വരും എന്നുള്ളത് ഇപ്പം മനസ്സിലായി. ഇപ്പം ഇങ്ങനെ IMO എടുത്തപ്പോൾ ഇങ്ങനെ വന്ന് വീണതുകൊണ്ട് എനിക്കിതിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ദയവേത് ഇങ്ങനെയുള്ള മെസ്സേജുകളൊന്നും എനിക്ക് ഇങ്ങനെ ആവശ്യമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതുകൊണ്ട് നിങ്ങളെ ഇപ്പം എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജൊന്നും ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കേണ്ട. ഞാനും ആ സ്റ്റാറ്റസും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ.